അയർലൻഡ്, ഇംഗ്ലണ്ട് പരമ്പരകളിലേക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യ T20 ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വമ്പൻ മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത്. സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ ക്യാപ്റ്റനായി എത്തിയതാണ് പ്രധാന മാറ്റം. രാജസ്ഥാൻ റോയൽസ് യുവതാരം വൈഭവ് സൂര്യവംശി ടീമിൽ ഇടം നേടിയതും ഏറെ ശ്രദ്ധേയമായി. ഇപ്പോഴിതാ വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ. അയർലൻഡിനെതിരെ വൈഭവ് കളിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഗവാസ്കർ പറഞ്ഞത്. വൈഭവിന് ടീമിലെത്താൻ അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം നൽകാമെന്നും മറ്റൊരു മത്സരത്തിൽ സഞ്ജു സാംസണിനെ പുറത്തിരുത്തി പകരം വൈഭവിനെ കളിപ്പിക്കാമെന്നും ഗവാസ്കർ വ്യക്തമാക്കി. ഇന്ത്യ ടുഡേയിലൂടെ സംസാരിക്കുകയായിരുന്നു ഗവാസ്കർ. അയർലൻഡ് T20 സീരീസിൽ അവനെ ഞാൻ ടീമിൽ ഉൾപ്പെടുത്തും. അയർലൻഡിനെതിരെ അവൻ കളിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് വൈഭവിന് അവസരം നൽകാം. മറ്റൊരു മത്സരത്തിൽ സഞ്ജു സാംസണിനെയും പുറത്തിരുത്താം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരിക്കുന്നത് അവന് വലിയൊരു പഠന അനുഭവമാകും. ഭാവിയിൽ അവന്റെ കരിയർ മുന്നോട്ടു പോകുമ്പോൾ ഈ അനുഭവം തീർച്ചയായും സഹായകമാവും, സുനിൽ ഗവാസ്കർ പറഞ്ഞു. വൈഭവ് അയർലൻഡിനെതിരെ കളത്തിലിറങ്ങിയാൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും 15-കാരൻ മാറും. ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് വൈഭവിന് മുന്നിൽ തകർന്നു വീഴുക. 1989-ൽ പാകിസ്ഥാനെതിരായിരുന്നു സച്ചിന്റെ അരങ്ങേറ്റം. 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു സച്ചിന്റെ അരങ്ങേറ്റം. 2026 IPL-ൽ രാജസ്ഥാന് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു വൈഭവ് നടത്തിയത്. ഈ സീസണിൽ 16 മത്സരങ്ങളിൽ നിന്നും 776 റൺസാണ് വൈഭവ് അടിച്ചെടുത്തത്. 4 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറിയുമാണ് വൈഭവ് നേടിയത്. 48.50 എന്ന മികച്ച ആവറേജിലും 237.3 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റിലുമാണ് താരം ബാറ്റ് വീശിയത്. 2026 IPL സീസണിൽ പല ചരിത്രങ്ങളും തിരുത്തിയെഴുതിയ വൈഭവ് തന്നെയാണ് ഓറഞ്ച് ക്യാപ്പും കൈപ്പിടിയിലാക്കിയത്. ഇതിനു പുറമെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, സൂപ്പർ സ്ട്രൈക്കർ, മോസ്റ്റ് സിക്സ് എമർജിംഗ് പ്ലെയർ തുടങ്ങിയ അവാർഡുകളും താരം സ്വന്തം പേരിലാക്കിയിരുന്നു. അയർലൻഡിനെതിരെയും വൈഭവിന്റെ ഈ മിന്നും പ്രകടനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. അയർലൻഡിനെതിരെ ജൂൺ 26-നും 28-നുമാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ജൂലൈ 1 മുതൽ 11 വരെയുള്ള 5 T20കളും ഇന്ത്യ കളിക്കും.